അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഒരു റോഡ് ട്രിപ്പിന് പോവാണ്. ബില്ലീസ് ലുക്ക് ഔട്ട് അറ്റ് ടാസ്മാൻ ഡ്രൈവ്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. സോ മൈ കസിൻ ഈസ് ഓൾസോ ജോയിനിങ് അസ്. സോ ആദ്യം നമ്മൾ അവളെ പോയി പിക്ക് ചെയ്യാനായിട്ട് നേരെ അങ്ങോട്ട് പോയി. അതിന് ശേഷം ബില്ലീസ് ലുക്ക് ഔട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മൾ വിചാരിച്ചിരുന്ന ഡ്രൈവാണ് അല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായി സിഡ്നിയിൽ 2 ബില്ലീസ് ഉണ്ട്. അതിൽ ഒരു ബില്ലിയുടെ വീട്ടിന്റെ ബാക്കിലാണ് ഈ ബില്ലീസ് ലുക്ക് ഔട്ടിന്റെ മാപ്പ് ഇട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ബില്ലി വീട്ടിലില്ലാത്ത കാരണം ഞങ്ങൾ അതിന് മുമ്പ് ഉള്ള ഒരു കഫേയിൽ പോയി ചായ കുടിച്ച് പിരിയാന്നൊരു പ്രതീക്ഷിച്ച് പോവുകയാണ്. നമ്മുടെ കസിൻ നൈമ ഉള്ളത് കൊണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ബീച്ചിന്റെ സൈഡിലുള്ള കഫേ എന്ന് പറഞ്ഞൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. അതെ, ഇപ്പൊ വളരെ നല്ലൊരു പ്രകൃതിയാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഓമി ഉണ്ട് ഇപ്പുറത്ത്. ഹേ ഓമി, ഹൗ ആർ യു? പ്രകൃതി നമുക്ക് ഇപ്പോൾ ഓൺ ദ വേ കാണാം. കുറച്ച് മലകളുണ്ട്, മരമുണ്ട്, കുറച്ച് കാറുകളുണ്ട്. ആരും കണ്ടിട്ടില്ല മലയും മരവും കാറും. കാണിക്കാന്ന് പറഞ്ഞ് രാവിലെ എണീച്ചിട്ട് ഇവിടുന്ന് ഈ റോഡിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങും എന്നുള്ള വഴിയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതെ, അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ എത്തും. ഏത് ഡെസ്റ്റിനേഷൻ ആണ് ഡെസ്റ്റിനേഷൻ നമ്മൾ ഓൺ ദ വേ നമ്മൾ പോകുന്നതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. വി ആർ വെരി അഡ്വഞ്ചറസ് ആൻഡ് വെരി അൺപ്രഡിക്റ്റബിൾ എവറിത്തിങ്. ഓക്കെ, അപ്പൊ ശരി, ബൈ ബൈ. അപ്പൊ നമ്മൾ അടുത്ത ഫുഡ് അടിക്കാനുള്ള ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിഡ്നിയിൽ വന്നിട്ട് എങ്ങനെയുണ്ട് സൂര്യചേട്ടാ? നല്ലതുണ്ട്. കുടിക്കുക, കൂത്താടുക, കഴിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു പരിപാടിയും നടക്കുന്നത്. ഇത് ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇറങ്ങി ലോങ് ഡ്രൈവ് ആയി, പക്ഷെ ട്രാഫിക് കാരണമാണെന്നുള്ളതാണ്. വളരെ നല്ലൊരു നമ്മുടെ ഫസ്റ്റ് ഡ്രൈവ്. നമ്മൾ ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചു. അപ്പൊ ഈ ഡ്രൈവിലൂടെ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ഫസ്റ്റ് പാഠം എന്താന്ന് വെച്ചാല് ഒരു പേരിൽ തന്നെ പല സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. നേരത്തെ പഠിച്ച പാഠമായിരുന്നു 2 പ്രാവശ്യം. അതെ, പക്ഷെ ചില സമയത്ത് നമ്മൾ സെയിം പാഠം നമ്മൾ 1, 2, 3, 4 പ്രാവശ്യം നിനക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയില്ല. അതേമാതിരി നമ്മൾ റിപ്പീറ്റായി നമ്മളത് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ തറവായിട്ട് പഠിക്കാൻ പറ്റുക. അപ്പോൾ ഇതൊരു തറവ് പഠനത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മളത് കാണാം. അങ്ങനെ ഇപ്പോൾ വിശന്ന് പണ്ടാരൊടുങ്ങിയിരിക്കുകയാണ്. നമ്മളൊരു ബീച്ചിന്റെ അടുത്തുള്ള ഒരു കാഫേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ച് ഉണ്ടാവും, പക്ഷെ ഈ വെയിലത്ത് നമ്മളായിരിക്കുന്നതും എന്തൊക്കെയാണ്. ദിസ് വിൽ ബി വെരി നൈസ്, ബട്ട് വി ഹാവ് എ മക്രി വൺ അംബ്രല്ല. സോ അപ്പൊ ശരി ഗായ്സ്, ബൈ ബൈ. ട്രാഫിക് ബൈ ബൈ. സോ ഇതിൽ വേറൊരു കാര്യം ഷെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ പ്ലാൻ വാസ് നമ്മൾ 2 കാറിലായിരുന്നു. ബിക്കോസ് നൈമയ്ക്ക് മോഷൻ സിക്നെസ് ഉണ്ട്. സോ ഷീ ടോൾഡ് ഞാൻ എൻ്റെ കാറിൽ വരാം. അപ്പോൾ ഇതിൻ്റെ ഇപ്പം നമ്മൾ ഒരു കാറിലായതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എന്താണ് നൈമ സംഭവിക്കാൻ പോകുന്നത്? റിയൽ ആയിട്ട് എന്ത് സംഭവിച്ചാണ്? നീ എവിടെ എത്തി? ഞാൻ ഇവിടെ എത്തി. രണ്ടുപേരും ബീച്ചും കണ്ട്. പക്ഷെ നമ്മള് നേരത്തെ എത്തിയാണ്, കാരണം നമുക്ക് 1 hour അല്ലേ ഉള്ളൂ. അവള് 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അവിടെ എത്തുന്നത്. ശരിയാണ്. ഇപ്പൊ വളരെ നമ്മള് ഒരു വലിയൊരു അബദ്ധത്തിൽ നിന്നാണ് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് നൈമിക്ക് തോന്നി നമുക്ക് ഒരു കാറിൽ തന്നെ പോവാന്ന്. അങ്ങനെ അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ നമുക്ക് ഒഴിവായി കിട്ടി. അതാണ് വേറൊരു പാഠം. സോ ഓൾവേസ് ട്രാവൽ ടുഗദർ, ഓക്കെ, ഇഫ് യു ക്യാൻ. അങ്ങനെ നമ്മൾ അടിപൊളി ഒരു വ്യൂവിൽ എത്തിയിരിക്കുകയാണ്. ആർക്കും വെള്ളമൊക്കെ കണ്ടു തുടങ്ങി. അങ്ങനെ വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. Oh my God. നീ കാണണം, കണ്ണാടി മാറ്റിട്ട് നോക്കാം. അവിടെ വെള്ളമൊക്കെ കാണാം. ഹേയ് ഹലോ, അവിടെ വലിയൊരു ആറുണ്ട്, ബില്ലീസ് റിവർ. ആറാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടോ? നടക്കുന്ന വഴിയാണോ? സേഫ്റ്റി റാമ്പ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പോകണം. ചലഞ്ച് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടി നടന്നു പോകാവുന്നതാണ്. കുറച്ച് വെയിലായിരിക്കും എന്നുള്ള സ്വപ്നം. ശരിക്കും ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലം നമ്മൾ വന്നിരിക്കും. പക്ഷെ എവിടെയാന്ന് മാത്രം അറിഞ്ഞൂടാ. അതെന്ത് ബ്യൂട്ടിഫുൾ. ഫൈനലി നമ്മൾ കോൾസും മോൾസ്വർത്തും അല്ലാണ്ട് നമ്മള് വേറൊരു സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ റിവറിന്റെ പേരെന്താണ്? അതെ കേട്ടോ.
ഉണ്ടല്ലോ. എഴുതി കാണിക്കാം. എഴുതി കാണിക്കാം. വെരി നൈസ്. ആൾക്കാർ അവിടെ ജെറ്റ് സ്കീ ഒക്കെ ചെയ്തോണ്ടിരിപ്പുണ്ട്. ഇതിലെ ഒരു ഗ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്യണ പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പോണ വഴി നമ്മൾ പോവുക, ചിലപ്പോൾ നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് ഇന്നത്തെ ഗ്യാനിൻ്റെ. സോറിയാണ് വല്ല ഗ്യാനുണ്ട്. പണ്ട് വീട് വെച്ചപ്പോഴേ പ്ലാൻ ചെയ്ത പോലെ വരാത്തതുകൊണ്ട് എനിക്ക് അപ്പോഴേ ഗ്യാൻ കിട്ടിയത്. അപ്പോഴത്തെ മേസ്ത്രിക്ക് പ്ലാൻ മനസ്സിലായില്ല. വീട് കെട്ടി കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായത്. അങ്ങനെ മനസ്സിലായത്. അങ്ങനെ പലതും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് us know as well. മനുഷ്യർ താമസിക്കുന്ന അടുത്ത നെയ്ബർഹുഡിലോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മലയും കാടിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. മനുഷ്യരെയും എല്ലാവരെയും കാണാം. നേരത്തെ കാണാമായിരുന്നു. മനസ്സിലാക്കുന്നത് ഒരു കാടിനെ മനുഷ്യർ വെറുതെ വിട്ടിട്ടില്ല. അതെ, എല്ലാം പിടിച്ചടക്കിയിട്ടുണ്ട്. ശരി, വല്ലതും നടക്കോ? നടക്കല്ല, ഓടിക്കൊണ്ടിരിക്കും. ഇപ്പൊ എങ്ങാനും എത്തുവോ? ഞങ്ങളുടെ കുടലൊക്കെ കരിയാൻ തുടങ്ങി. നിനക്ക് കാണാനാണ് ഈ മാപ്പ് കണ്ടക്കേശ്വരത്ത് എഴുതി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കി പ്ലീസ് ലാ. ഈ കുടലിന്റെ കരി മറ്റേ ഉണങ്ങിയതൊക്കെ സൗണ്ട് പുറത്തേക്കാം. നമുക്ക് ഉണങ്ങിയതും വെച്ചോണ്ടിരുന്നാ മതിയല്ല, ഞാൻ അതും വെച്ച് ഓടിക്കല്ലേ. Okay. It's a beautiful town, guys. Let's change the focus. See? Petto. Pets ഉള്ളവരൊക്കെ ഇവിടെ വരിക. ആണല്ലേ? Pets ഉള്ളവരൊക്കെ വെറുതെ ഇതാരാ അണ്ണൻ നിക്കണ നോക്ക്. അതാണ് അണ്ണൻ. നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഹെവി ബീച്ചാണ് അവിടെ. സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ബീച്ചൊക്കെ കണ്ട്. പക്ഷെ നമ്മൾ നോക്കൂ, ഫുഡ് അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മൾ ഷാഹി മഹൽ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ പോയില്ല എന്നുള്ളൊരു സൂപ്പർ സ്ഥലം. അടിപൊളി റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഹെവി ഫൈൻ ഡൈനിങ്. പക്ഷെ നമ്മൾ ഇന്ത്യൻ കഴിക്കാൻ നമ്മൾ പാടില്ല എന്നാണ്. പക്ഷേ തിരിച്ച് വൺസ് അഗൈൻ ഏഷ്യൻ ഈറ്ററി. പട്ട വെയിലത്ത് നമ്മൾ ഇങ്ങനെ നോക്കാണ്ട് നടക്കുകയാണ്. ഓപ്പൺ. Sorry, we can't. So we got this perfect spot for our food. And finally നമ്മൾ എത്തി. The beach is so beautiful. അങ്ങനെ ഇന്ന് വളരെ നല്ലൊരു ഒരു സാറ്റർഡേ നമ്മൾ ഒരു ആൾക്കാർ വൈകിട്ടാകുമ്പോൾ അതെ അങ്ങനെ. പക്ഷെ നമ്മൾ വീട്ടിൽ പോവുകയാണ്. അങ്ങനെ വളരെ നല്ലൊരു ഇതായിരുന്നു ഇന്ന് ഇത്. See guys, yes, it's very nice. You see, നേരത്തെ കാണിച്ചു തന്ന കടലായിരുന്നു. രണ്ട് ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. ഇവരെല്ലാം കറക്റ്റായിട്ട് GPS ഇട്ട് വന്നാണെന്നാണ് തോന്നണത്. ശരി, ബൈ ബൈ.